ലോകത്തിലുള്ള ആരായിരിക്കും എനിക്ക് ഇങ്ങനെ ലെറ്റർ എഴുതുന്നേ? ഇന്നത്തോടെ എനിക്കിതിനൊരു അവസാനം ഉണ്ടാക്കിയേ പറ്റൂ. ആരാന്ന് എന്തായാലും കണ്ടുപിടിച്ചേ പറ്റൂ. ഇതിലിപ്പം ആരായിരിക്കും? എന്നും എനിക്ക് എക്സ്പ്രസ് കൊണ്ടുതരുന്ന ആ പെൺകുട്ടി തേയ അവളായിരിക്കും ഇനി? പക്ഷേ ഈ കുട്ടി എല്ലാവരോടും നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. ഈ ലെറ്ററിൽ പലപ്പോഴായിട്ട് എഴുതിയിട്ടുണ്ട് ഈ ലെറ്റർ അയക്കുന്ന ആളൊരു ഇൻട്രോവേർട്ട് ആണെന്ന്. ഒരു ഇൻട്രോവേർട്ട് ആണെങ്കിൽ ഇത്ര നന്നായിട്ട് എല്ലാവരോടും മിങ്കിൾ ചെയ്ത് സംസാരിക്കൂ? അപ്പം ഇവളായിരിക്കില്ല. പക്ഷെ ഇക്കൂട്ടത്തിൽ ഇൻട്രോവേർട്ട് ആരോ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും? എന്തൊക്കെയായിരുന്നു ലെറ്ററിൽ ഉണ്ടായിരുന്നേ? ആളെ കണ്ടുപിടിക്കാൻ കുറച്ചൊക്കെ ഹിൻസ് തന്നിട്ടുണ്ടായിരുന്നു. ആളൊരു ഇൻട്രോവേർട്ടാണ്. പിന്നെന്തായിരുന്നു അതിനകത്ത് പറഞ്ഞിരുന്നത്? യെസ്, പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. ദാൻ റീഡ് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്. പിന്നെ നന്നായിട്ട് ചിത്രം വരയ്ക്കുന്ന ഒരാളും കൂടിയാ. ഒരിക്കൽ എന്റെ പിക്ക് വരച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് എത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പം ഈ കൂട്ടത്തിൽ നമ്മൾ പടം വരയ്ക്കുന്നത് ആരാന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ എനിക്ക് ആളെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. യെസ്, അങ്ങനെ ആരോടെങ്കിലും ഒന്ന് ചോദിക്കാം ഇവിടെ നന്നായിട്ട് പിക്ചർ വരയ്ക്കുന്നത് ആരാന്ന്. എക്സ്ക്യൂസ് മീ മിസ് തയ, പ്ലീസ് ഒന്നിട്ട് വരാമോ? എക്സ്ക്യൂസ് മീ സർ, സാമാന്യം എന്തെങ്കിലും വേണോ? ഇറ്റ്സ് ഇനഫ്. എനിക്ക് തന്നോട് ഒന്ന് പേഴ്സണലായിട്ട് സംസാരിക്കണമായിരുന്നു. ഈ ഒരു കാര്യത്തിൽ എന്റെ മനസ്സ് പറയുന്നു എന്നെ ഹെൽപ്പ് ചെയ്യാൻ തനിക്ക് മാത്രമേ പറ്റുള്ളൂ. സോ പ്ലീസ് താൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നു ഞാൻ വിചാരിക്കുന്നു. സാമ എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കാം. എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഓഫ്കോഴ്സ് ഞാൻ സാമയെ ഹെൽപ്പ് ചെയ്യാം. എനിക്കൊരു കാര്യം ഉറപ്പാ, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം തന്റെ പക്കൽ തന്നെ ഉണ്ട്. എന്തായാലും ഇതൊന്നും തന്റെ അറിവോടെ അല്ലാതെ നടക്കില്ലെന്നാണ് എന്റെ ഒരു വിശ്വാസം. സോ ടു ബി ഹോണസ്റ്റ്, താൻ എന്നോട് സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. ഞാൻ കാര്യത്തിലേക്ക് കടക്കാം. വേറൊന്നുമല്ല, ഞാൻ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമറാണ്. ഏതാണ്ടൊരു 6-7 മാസത്തോളം ഞാൻ ഡെയിലി ഇവിടെ വരാറുണ്ട്. ഞാൻ വന്ന ടൈമിൽ അപ്പോഴൊന്നും ഒന്നുമില്ലായിരുന്നു. ബട്ട് പോകെ പോകെ എനിക്ക് എക്സ്പ്രസോന്റെ കൂടെ ഓരോരോ ലെറ്റേഴ്സ് വരാൻ തുടങ്ങി. ഇൻഫാക്ട് എനിക്ക് അറിയില്ലാതെ ആരാ അയക്കുന്നതിന്. ഒരുപാട് പ്രാവശ്യം ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അത് ആരാണ് കണ്ടുപിടിക്കാൻ. പക്ഷേ ഇത്രയും ആൾക്കാരുടെ ഇടയിൽ അതാരാണ് കണ്ടുപിടിക്കുക, അതത്ര എളുപ്പമല്ല. സോ ഇന്ന് എനിക്കത് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. ഇൻഫാക്ട് ഒരുപാട് ആഗ്രഹമുണ്ട് എനിക്കത് ആരാന്നറിയാൻ. ചില സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ആശ്വാസമാണ് ആ ലെറ്റർ. അത് ആരയക്കാണെങ്കിലും എന്റെ മനസ്സറിഞ്ഞ് അയക്കുന്ന പോലെ എനിക്ക് അതിലേക്ക് ഉണ്ടെന്നുള്ള തോന്നലാണ്. എനിക്ക് എന്തൊരു സമാധാനമാണ് ആ ലെറ്റർ വഴി കിട്ടുന്നത്. പക്ഷെ എനിക്ക് അറിയണം അതാരാ, അയാൾക്ക് എന്ത് തരം ഫീലിങ്സ് എന്നോടുള്ളത് എല്ലാം എനിക്ക് അറിയണമെന്നുണ്ട്. സോ പ്ലീസ് താൻ എന്നോട് സത്യം പറയണം, ആ ലെറ്റർ എനിക്ക് അയക്കുന്നത് ആരാണ്? അയാൾക്ക് എന്നോട് എന്ത് തരം ഫീലിങ്സ് ആണുള്ളത് എല്ലാം എനിക്ക് അറിയണം. താൻ അറിയണമെന്ന് മാത്രം പറയരുത് പ്ലീസ്. ഇനി താൻ എന്നോടൊന്നും പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഈ കോഫി ഷോപ്പിലേക്ക് ഞാൻ ഒരിക്കലും വരില്ല. ഇതെന്റെ ഫൈനൽ ഡെസിഷനാ. സോ തനിക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ താൻ അത് പറയണം പ്ലീസ്. ശരിയാ സാറ് പറഞ്ഞത്. ആ ലെറ്റർ എഴുതുന്നത് ആരാന്ന് എനിക്കറിയാം. പക്ഷേ അത് ആ ആള് തന്നെ പറയുന്നതല്ലേ നല്ലത്. ഞാൻ പറയുമ്പോ അത് ശരിയാവൂ? എനിക്ക് തോന്നുന്നു അവന് കുറച്ചുകൂടി സമയം സാറ് കൊടുക്കണം. കാരണം അവന്റെ ഫീലിങ്സ് തുറന്നു പറയാൻ ഒരു ഭയമാണ്. ഇൻഫാക്ട് അവൻ വിചാരിക്കുന്നത്
ചിലപ്പോ അവന് സാറിനോടുള്ള ഫീലിങ്സ് സാറിന് അവനോട് തിരിച്ചില്ലെങ്കിൽ അതവന് ഒരുപാട് വിഷമാവും. പിന്നെ സാറ് ഗേ ആണോ സ്ട്രൈറ്റ് ആണോ എന്നൊന്നും അറിയില്ലല്ലോ. സോ അതിൻ്റെതായിട്ടുള്ളൊരു പേടി അവനുണ്ട്. എങ്ങാനും സാറിനോട് ഇഷ്ടം പറഞ്ഞിട്ട് സാറ് റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതവന് സഹിക്കാവുന്നതിലും അപ്പുറമായിരിക്കും. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ഇതൊരിക്കലും ഒരു ടൈം പാസ്സായിട്ടോ ഒരു കളി തമാശയ്ക്കോ തുടങ്ങിയതല്ല. അവനൊരുപാട് ഇഷ്ടമാണ്. അവന്റെ ലൈഫിൽ ഇത്രയും കൂടുതൽ അവൻ ആരെയും സ്നേഹിച്ചിട്ടില്ല. ഇത്രയൊക്കെ പറഞ്ഞ തനിക്ക് ഇനിയെങ്കിലും അത് ആരാണെങ്കിലും എന്നോട് പറഞ്ഞൂടെ? ട്രസ്റ്റ് മീ, അയാളെ ഞാൻ ഒരിക്കലും വേണ്ടെന്ന് വെക്കില്ല. എന്നെ ഇത്രയും മനസ്സിലാക്കുന്ന ഒരാളെ ഞാൻ എന്തിനു വേണ്ടെന്ന് വെക്കണം? ഞാൻ ഉറപ്പായിട്ടും ആ ആള് എങ്ങനെയുള്ള ആളായാലും ഞാൻ ആളെ അക്സെപ്റ്റ് ചെയ്തിരിക്കും. ഇത് ഞാൻ തനിക്ക് തരുന്ന വാക്കാ. പ്ലീസ് ഇനിയെങ്കിലും താൻ എന്നോട് പറ അതാരാന്ന്. ശരിയാ, സാറ് പറയുന്നതിലും കാര്യമുണ്ട്. ഞാനെങ്കിലും സാറിനോട് ഇതെല്ലാം പറയണ്ടേ? അവൻ പറയുന്ന വിചാരിച്ചാൽ അവനാണെങ്കിൽ സാറിനോട് പറയാൻ പേടിയുമാണ്. അതുകൊണ്ട് അവനിങ്ങനെ പറയാതെ കൊണ്ട് നടക്കേയുള്ളൂ. അതുകൊണ്ട് ഞാൻ സാറിനോട് പറയാം. സാറിനെ ഇത്രയും സ്നേഹിക്കുന്ന ആള്, എന്നും ലെറ്റർ എഴുതുന്ന ആള്, അത് വേറെ ആരുമില്ല സാർ. അത് നമ്മുടെ ജീവയാണ്. ദേ ആ കൗണ്ടറിലിരിക്കുന്നേ. സാറിനറിയോ, എന്നും സ്പെഷ്യലായിട്ട് സാറിന് ഈ എക്സ്പ്രസോ ഉണ്ടാക്കുന്നതും അവൻ തന്നെയാണ്. പിന്നെ അതിന്റെ കൂടെ ലെറ്റർ വയ്ക്കുന്നതും അവനാ. ഈ കാര്യം ഇവിടെ എനിക്ക് മാത്രമേ അറിയുള്ളൂ. എനിക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഒരു ഹെൽപ്പ് ചെയ്യണം. ഞാനിപ്പോ ഒരു ലെറ്റർ എഴുതി തനിക്ക് തരാം. താനത് ജീവയ്ക്ക് കൊണ്ടു കൊടുക്കണം. എടാ ജീവ, കോൾ അടിച്ചല്ലോ. നിനക്കൊരു ലെറ്റർ ഡിവൈൻ സാറിന്റെ ആകാം. നോക്ക്. എന്ത് ഇവാൻ തന്നതോ? താൻ നോക്കട്ടെ. എനിക്ക് നിന്നോടൊന്ന് പേഴ്സണലായിട്ട് സംസാരിക്കണം. സോ ഇന്ന് ഈവനിങ് 5 മണിക്ക് റോസ് ഗാർഡൻ പാർക്കില് നിനക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യും. നീ തീർച്ചയായും വരണം. വാട്ട്? എന്നോട് പേഴ്സണലായിട്ട് സംസാരിക്കണമെന്നോ? എന്നോടിപ്പോ എന്ത് പറയാനാ? എടാ ബുദ്ധൂസേ, നീ ഇനി എന്ത് ആലോചിച്ചോണ്ട് നിൽക്കുക? ഇപ്പൊ തന്നെ 5 മണി ആവാനായി. ഇപ്പൊ നോക്ക്, ടൈം 4:45. ഇതേ പോവാൻ നോക്ക്. നമ്മളിപ്പോ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് 10-15 മിനിറ്റായി. ഇവനൊന്നും പറഞ്ഞാണ് എന്തിനാ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ജീവ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, തനിക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? എന്തെങ്കിലും? ഞാനെന്താ പറയാനാ? എനിക്കൊന്നും പറയാനില്ല. ഇവന്റെ വായന്ന് വല്ലതും വീഴുന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. ഇവനായിട്ടൊന്നും പറയുന്ന എനിക്ക് തോന്നുന്നുമില്ല. ഇനിയിപ്പോ ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. കർത്താവെ, ആരും നോക്കുന്നൊന്നുമില്ലല്ലോ അല്ലേ? ഇവിടെ ഇരുന്നത് നന്നായി. ഇവിടെ ആകുമ്പോൾ ഒരു പ്രൈവസി ഉണ്ട്. അടുത്തെങ്ങാനും ആരുമില്ല. ഓ, ഇനിയിപ്പോ ഇവന്റെ അടുത്തുനിന്ന് തല്ലെങ്ങാനും കിട്ടുമോ? കടുത്ത കയ്യാണ്. എന്നാലും സാരില്ല. ലവ് ആകുമ്പോ കുറച്ചൊക്കെ റിസ്ക് എടുക്കണല്ലോ. കർത്താവേ, അടി കിട്ടാതെ നീ എന്നെ കാത്തുരക്ഷിക്കണേ. എന്നെ ഇവെങ്കിലും വാ തുറന്ന് എന്തേലും ഒന്ന് പറ. I love you. I love you so much. കുറെ പറയണമെന്ന് വിചാരിക്കുന്നു, പക്ഷെ ചാൻസ് കിട്ടിയില്ല. എപ്പോഴൊരു അവസരം കിട്ടി. ഹോ, ഇപ്പോഴെങ്കിലും ഒന്ന് പറഞ്ഞല്ലോ, I love you too.